എന്താടി നിങ്ങൾക്കിന്ന് പതിവില്ലാത്തൊരു കലപില? നിന്നെ തിന്നാമെന്നൊന്നും അല്ല കൊച്ചേ, എന്ന് വിചാരിച്ച് വേറൊരുത്തനെ കൊണ്ട് ഇത് തീറ്റിക്കുകയില്ല. നാരായണൻ ഒരു ഉണ്ണാക്കനാണെന്ന് നിനക്കൊരു ധാരണയുണ്ടല്ലേടി? അയ്യോ, നാണുവായിട്ട് എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. വേണ്ട വേണ്ട, ഗുണവധികാരം വേണ്ട. ഈ പച്ച മുതലാളി എല്ലാം എന്നോട് പറഞ്ഞു. ഏതവനാടി പുതിയ കഥാപാത്രം? അറക്കളം ബേബി. ചോദിച്ച കേട്ടില്ലടി നിന്റെ ആരാണെന്ന്? ആ പുളുന്താ നിന്റെ ഞാൻ ആരാണെന്ന് പറ തങ്കമേ. ഹൃദയേശ്വരനാണെന്ന് ധൈര്യമായിട്ട് പറ. അയാൾ എന്റെ ആരുമല്ല. പിന്നെ കരക്കാരെല്ലാം പറയുന്നത് നിനക്ക് അയാളോട് പ്രേമമാണെന്ന്. എനിക്ക് പ്രേമമുണ്ട്, പക്ഷെ അതാ ബേബിച്ചനോടല്ലെന്നേ. അയാൾ ആര്? മുഴുക്കള്ളൻ, വെറും മോഷ്ടാവ്, തസ്കര പരമ്പര. അവനൊക്കെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ നാണുവേട്ടാ? എന്റെ മനസ്സിൽ നാണുവേട്ടം മാത്രമേ ഉള്ളൂ. അന്ന് നാണുവേട്ടന്റെ ഹൃദയം കാണാനുള്ള പ്രായം എനിക്കുണ്ടായിരുന്നില്ല. അതാ റേപ്പ് ചെയ്യാൻ വന്നപ്പോ ഞാൻ വെട്ടിയത്. നാണുവേട്ടന് ഒരു വാക്ക് പറ, ഇന്ന് തന്നെ ഞാൻ ആ പെരുങ്കള്ളനെ വെട്ടാം. ബേബീനെ നിനക്ക് വെട്ടാൻ പാകത്തിന് ഞാൻ നിന്ന് തരാടി വഞ്ചകി. എടാ കാർഗിൽ നാരായണ പരമതണ്ടി, നിന്നൊരു ചോദ്യം വിളിച്ചിട്ട് ഇറങ്ങി വേടാ ഉണക്ക ചട്ടമ്പി. രണ്ടിന്റെ അന്ത്യകുദാശ. എടീ ചീമൊട്ടത്തങ്കെ വിളിച്ചിട്ട് വാടി നിന്നെ മറ്റവരെ. വേണ്ട മോളെ, എല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. തിന്നാൻ വന്നതല്ലെങ്കിലും മറ്റൊരുത്തനെ കൊണ്ട് തീറ്റിക്കലെന്ന് മാത്രമേ അവൻ പറഞ്ഞുള്ളൂ. നാക്കിയാണേലും നീ ഡീസന്റാ നാരായണ. ഹീസ് നോട്ട് എ റേപ്പിസ്റ്റ്, ജസ്റ്റ് എ ഗുണ്ട. പക്ഷെ നീ അതല്ല. രണ്ട് കാമുകന്മാരുടെ കിടന്ന് വളവള കളിക്കുന്ന വുമൻസ് ലീഗ് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ്. അതാണ് നീ. ബേബി ചായ, I love you da. I love you da. നീ ഇപ്പം പറഞ്ഞേ, ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ. അടാൻ കെട്ടിയതിന് അത്രയ്ക്ക് അങ്ങ് മോഡേണാവണ്ട. I love you baby ചായ. എടാ കാർഗിൽ നാരായണ തെണ്ടി, എന്റെ കാര്യത്തിൽ നിനക്കിനി യാതൊരു പ്രതീക്ഷയും വേണ്ട. ഇറങ്ങി പോടാ പട്ടി എന്റെ വീട്ടിൽ നിന്ന്. മതിയോ? പിന്നെ പ്രേമിക്കുന്ന പെണ്ണിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാടി ഈ തടിയും മണ്ണൊക്കെ? എടാ കാർഗിൽ നാരായണ.
വേറൊരു സാധാ അണ്ടർവേൾഡുകാരനായ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് തലയുരാൻ പറ്റുന്നില്ല. നീയൊക്കെ അതിർത്തി സംരക്ഷിക്കാൻ പോയ ഇന്ത്യയുടെ ഗതി എന്താവൂടാ? സത്യം പറടാ, നിനക്ക് എന്തായിരുന്നു കാർഗിൽ? ഞാൻ പട്ടാളക്കാരനല്ല, പിന്നെ ഞാൻ ചായക്കടക്കാരനാ. കാർഗില്ലോ? കാസർഗോഡ്. അപ്പൊ അത് കാർഗിൽ എന്നുള്ളത് ചായക്കടയുടെ പേരാ. നീ ഇത് ഇങ്ങനെ കാണിക്കുമ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ചായക്കട ഗ്ലാസ് കഴുകലായിരുന്നോ? അയ്യേ സാറേ, തങ്കമണി, നിനക്ക് ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചാൻസ് കൂടെ തരാം. തുറന്ന് പറഞ്ഞോണം. ആരോഗ്യമില്ലാത്ത ആ ചായക്കടക്കാരനെ വേണോ അതോ ധീരനായ എന്ത് വേണോ? എനിക്ക് എന്റെ തസ്കരന് മതി. ഞാൻ നിക്കണാ പോണാ. നീ ഇഞ്ഞ് വന്നേ തരണം. പോയി നല്ല ധന്വന്തരം കുഴമ്പൊടിച്ചൊന്ന് തേച്ചു കുളി. തങ്കമണി ഇവിടെ വെച്ചോ. എന്തിനാ? തങ്കമണിയുടെ മുകളിൽ നിനക്കൊരു അവകാശമില്ല. പൊയ്ക്കോ. ബേബി ചായോ, ഓ, നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ല. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ വലിയ ചോദ്യവും പറച്ചിലും ഒന്നും ഉണ്ടാകുകയല്ല. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചിലത് അങ്ങോട്ട് ചെയ്യും. നീ അതൊക്കെ അങ്ങോട്ട് അനുസരിക്കുക, അത്ര. ഇടയ്ക്കൊക്കെ നീ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. നമ്മൾ മാത്രമുള്ളപ്പോ. പക്ഷെ അത് പുറത്താരോടും പറയരുത്, സീക്രട്ട് ആയിരിക്കണം. ഇക്ബാലാണോടാ? ഞാനാ. നീ നമ്മുടെ സബ് രജിസ്ട്രാറെ ഒന്ന് പോക്കണം. അതെ, ഓക്കെ, തിയേറ്ററിലോട്ട് കൊണ്ടുവന്നാൽ മതി. ഒന്നുമില്ലടാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകും. അത്യാവശ്യം വേണ്ട ചട്ടവട്ടങ്ങൾ റെഡിയാക്കാൻ മീനോട് പറ. വെക്കട്ടെ, ഞങ്ങളിപ്പോ എത്തും. ശരി, ഓക്കെ. വായടക്കടി, ഈച്ച കയറും. കർത്താവിനെ മെഴുകുതിരി, ഗുരുവായൂരപ്പന് നെയ്വിളക്ക്. ഈ നിസാര കാര്യത്തിന് പോലും യോജിപ്പില്ലല്ലോ എൻ്റെ ഭഗവാനെ. ഇനി ഒപ്പിടാം. അതിനു മുമ്പൊരു കാര്യം, 2 പേരോടായിട്ട്. ബേബിച്ച, നീ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് തൊഴണം. പള്ളി അവിടെയാ. തങ്കമണി, അമ്പലം പടിഞ്ഞാറ്. ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാ. ശുഭം വരുത്തണേന്ന് പ്രാർത്ഥിക്കേ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചോ. എനിക്ക് ജീവിച്ചിരിക്കുന്ന ബന്ധുവായിട്ട് കാർഗിൽ നാരായണായിട്ട് മാത്രമേ ഉള്ളൂ. നാളോട്ടിനെ ധ്യാനിച്ചോട്ടെ. ഇവള് തൊഴി കൊണ്ടേ ജീവിതം തുടങ്ങൂ മീനു. ചുമ്മാ ഇരുടാ. മതി, പ്രാർത്ഥനയും ധ്യാനം ഒക്കെ മതി. ഇനി ഒപ്പിടാം. ഇവിടെ അടുത്ത നീയാ. വാ മോളെ, ഇതാണ്ട കുരുത്തു എന്ന് പറയുന്നത്. വാ മോളെ, ഒപ്പിട്. വാ. ഇനി പ്രായപൂർത്തിയായ 2 സാക്ഷികൾ വേണം. ഒരാളെ ഞാനിടാം. അടുത്തത് ഞാനിടാം. ഇവന്മാർക്ക് മാല ഉണ്ടല്ലോ. ഇനി താലികെട്ട്. എന്നാ കെട്ടിക്കോ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങട്ടെ. ബാലു സാറിനെ കൊണ്ടുവന്നു. ശരി. ഇനി എങ്ങനെയാ കാര്യങ്ങൾ ഇനിയിപ്പം വീട്ടിലോട്ട് ചെന്ന അവരുടെ വക ചോദ്യവും പറച്ചോളൂ, അതൊക്കെ പാടാ. ഞങ്ങൾ ഈ തിയേറ്ററിൽ തന്നെ അങ്ങ് കൂടിയാലോ എന്ന് ആലോചിക്കുക. ഇവിടെ ആകുമ്പോ ഞങ്ങളൊരു പടമൊക്കെ കണ്ടല്ലേ തങ്കമണി? മക്കു, ഷോലയല്ലാത്ത കാണാൻ കൊള്ളാവുന്ന വല്ല പടത്തിനെ പെട്ടി ഇരിപ്പുണ്ടോടാ? പടം കാര്യം 2-3 ഉണ്ട്. എന്നാലും സിറ്റുവേഷന് കൊള്ളാവുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഇടട്ടെ. വൃത്തികെട്ടവനെ, ഞാൻ എന്താ ഒന്നും അറിയത്തില്ല കുഞ്ഞാണോ? ഡ്രൈവിംഗ് സ്കൂൾ അതേത് പാടാ ഡ്രൈവിംഗ് സ്കൂള്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതേ മീനാമച്ചി, ഒരു സ്റ്റണ്ട് പടവാ. സ്റ്റണ്ട് പടവോ? എന്നെനിക്ക് കാണണ്ട, ഞാൻ വരട്ടെ. എടാ മനസ്സാക്ഷിയില്ലാത്ത മഹാഭാവികളെ, ഒന്ന് പോയി താടാ, ഒന്ന് പോടാ.
ഇനി നിന്റെ വീടാ. അല്ല, നിന്റെയും കൂടെ വീട്. അങ്ങനെയല്ല, നിന്റെ വീട്. നീ വാടി സാറാമ്മേ. അവൻ എന്നെപ്പോലെ ഒരു ശുദ്ധനാ. അവന് നിന്നോടൊരു പിണക്കവും ഇല്ല. നീ വാ, നീ വാടി. എന്റെ സാറാമ്മ, നീ നോക്കി നിൽക്കാതെ കുരിശ് വരച്ച് പിള്ളേരെ അകത്തോട്ട് കയറ്റടി. ഇനി കൊണ്ടുപോകാൻ പറ്റേ. ഈശോ വിഷയം സ്തുതിയായിരിക്കട്ടെ. ആ മോളെ, ഞങ്ങളൊരു വിശ്വാസപ്രകാരം കുരിശ് വരച്ചെന്നേ ഉള്ളൂ. മോളുടെ വിശ്വാസമൊന്നും കളഞ്ഞു വിളിക്കണ്ട. അമ്പലത്തിൽ പോക്കും മുടക്കണ്ട. കൊച്ചിനെ വിളിക്കടി. അയ്യോ, എന്താ മോളെ ഇത്? വലതുകാലി വെച്ച് കേറും മോളെ. അമ്മച്ചേ, അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി. ജാതി മതമൊന്നും നോക്കണ്ട. തേ വരണുണ്ട്. തരക്കേടില്ല, അത്രേ ഉള്ളൂ. നമുക്കതൊക്കെയല്ലേ കിട്ടുള്ളൂ. വിട്ടോ വിട്ടോ. അറക്കളം പീലി എന്റെ വല്യപ്പച്ചനാ. നാട്ടുകാർക്ക് ഇദ്ദേഹം തമാശയാ, ലെജൻഡ്, തസ്കര വീരൻ. പക്ഷേ അപ്പനേക്കാളും വലിയ സ്ഥാനത്താ ഞാൻ വെച്ചിരിക്കുന്നത്. ഹീസ് ഗ്രേറ്റ്. എനിക്കറിയാം. നീ ഒന്ന് ഒരുങ്ങിക്കേ, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരുങ്ങാന്ന് പറയുമ്പോ ഇച്ചിരി ഓവർ ആയിക്കോട്ടെ. നല്ല പളപളാന്ന് മിന്നുന്ന സാരി, മാലയും വളയും കമ്മലും അരഞ്ഞാണും. അരഞ്ഞാണ് തന്നെ ഞാത്തി ഇങ്ങനെ കുറച്ച് നീണ്ട് കടന്നോട്ടെ. 4 പീപ്പിൾസ് കാണട്ടടി. എന്താ ഒരുങ്ങാന്ന് പറയുമ്പോ എനിക്ക് ഇതേ ഉള്ളൂ. വീട്ടിൽ ചെന്നാലും കൂടിയതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്ന് തങ്കമണി, സെന്റിമെന്റൽ ആകാതറി. നിന്റെ ഇല്ലാവല്ലാഴികളൊക്കെ അറിയാവുന്ന ഫാലാക്കാരൻ ഭർത്താവല്ലടി ഫുല്ലേ ഞാൻ. നീ വാ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതാ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിന്റെ ആ കൂട്ടുകാരിയോടാ. ഏത് കൂട്ടുകാരി? ഏലിക്കുട്ടി ഫ്രാൻസിസ്, ഇണ്ടന്തുരുത്തിയിൽ വീട്, ഇരിട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്കം. ഞാൻ ആ കത്തങ്ങ് പൊട്ടിച്ചു. അത് വായിച്ചപ്പോഴല്ലേ നിന്റെ ലവ് അഫെയർ മനസ്സിലായത്. പിറ്റേന്ന് തന്നെ പോയി ഞാൻ മാലയും സാരിയും മേടിച്ചു. എന്തൊക്കെ ആയാലും മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഐ എം സോറി. സാരല്ല ബേബി ചായ, ഞാനും ഒരു തെറ്റ് ചെയ്തു. വല്ല കടുത്ത തെറ്റുവാണെങ്കിൽ പറയല്ലേ തങ്കമണി. ആ കാർഗിൽ നാരായണ ഇതൊന്നല്ല. ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇല്ലേ, ഇണ്ടന്തുരുത്തിയിലെ. എവിടെ അവിടെ വീട്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ലേ? ഏലിക്കുട്ടി ഫ്രാൻസിസ് എന്നൊരാള് ഇരട്ടിയിലെങ്ങുമില്ല. എനിക്കറിയായിരുന്നു എന്റെ പേര് കണ്ട സുഗതം കത്തെടുക്കുമെന്ന്. എടുത്താൽ അത് ബേബിച്ചാന്റെ കൈ തരും. കൈ കിട്ടിയ ബേബിച്ചാനത് പൊട്ടിക്കും. ഞാൻ ആലോചിച്ചപ്പോ എല്ലാം തുറന്നു പറയാൻ ആ ഒരു മാർഗേ ഉള്ളൂ. ഇല്ലാത്തൊരാളിന്റെ പേരിൽ കത്തയക്കാം. അതൊരു തെറ്റാണോ ബേബിച്ചായ? ഇനി അങ്ങോട്ടുള്ള നിന്റെ കൂടെ എന്റെ ജീവിതം അതൊരു വൻ റിസ്ക് ആണ് തങ്കമണി. അമ്മയെ പോലെ അഭയം തന്ന സ്ത്രീ, ആഹാരം തന്ന സ്ത്രീ, കക്കണം തോന്നിയപ്പോ ആ സ്ത്രീക്ക് തന്നെ പ്രിഫറൻസ്. അത് വളരെ എളുപ്പമാണല്ലോ. ചോദിക്കാനും പറയാൻ ആരുമില്ല, ഒറ്റയ്ക്ക് താമസം. നന്ദി കെട്ട നായ്ക്കൾ. ഇതിനു മുമ്പ് എന്തെല്ലാം ഓടിച്ചോണ്ടാ? ബേബി ചായ, തിയേറ്റർ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല. ബേബി ചായ, ഇതുവരെ ഒരു പൈസയും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇത് പക്ഷേ നിനക്ക് എന്തിനാ നെക്ലസ്? ഗേൾഫ്രണ്ടിന് കൊടുക്കാനോ? ഞാനിത് എടുത്തത് എൻ്റെ പെങ്ങളുടെ ഒരു ആവശ്യത്തിനാ. പൊന്നിട്ട് നടക്കാനുള്ള ആഗ്രഹം ഒന്നും അവൾക്കില്ല. ഇത് വിറ്റ് കിട്ടുന്ന കാശ് എനിക്ക് വേണം. അവൾക്ക് വേണ്ടിയാണത്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഇവന്റെ പെങ്ങളുടെ ചികിത്സയ്ക്ക് ഒരുപാട് കാശ് വേണം.
ഇന്നലെ അവന്റെ ബാപ്പ വിളിച്ചിരുന്നു. മറ്റൊരു വഴിയും കാണാഞ്ഞിട്ടാ. മീനാമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ബേബി ചായനോട് ചോദിച്ചൂടായിരുന്നോ? ഞാനത് അവനോട് പറഞ്ഞതാ. പോട്ടടാ പൊടിയാ. പാപ്പ, ഇതാണ് ബേബി ചായൻ. ഇത് ബേബി ചായന്റെ ഭാര്യ തങ്കമണി ചേച്ചി. ഞാൻ ബീരാൻകുട്ടി. ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടുമുണ്ട്. നമ്മളെ കുട്ടിയൊക്കെ അഭയം കൊടുത്തതിന്. നിങ്ങൾ അവറ്റങ്ങൾ അന്നം മുടക്കിയിട്ടില്ലല്ലോ. ദാദ്രമാനെ, പത്തനാവാ, അയ്യപ്പോ, വരി വരി, ആ എല്ലാവരും വരി. ഇതാരാന്ന് മനസ്സിലായോ? ഇത് ബേബിച്ചൻ, നമ്മളെ പിള്ളേരൊക്കെ. ഇത് ബേബിച്ചന്റെ ഭാര്യ തങ്കമണി. ഞാൻ രാമന്റെ അച്ഛൻ പീതാംബരൻ. ഇത് ദീപുവിന്റെ ചേച്ചി അനിയത്തിയ. അച്ഛനും അമ്മയില്ല. എന്താണ് ഇതൊക്കെ? ആരോടൊന്നും പറയാതെ നീയൊക്കെ എങ്ങനെ കളിച്ചും ചിരിച്ചും? ഈ ഗ്രാമം ഗാന്ധിപുരം. സത്യത്തിൽ ഇതൊരു ഗ്രാമമല്ല, സർക്കാർ ഭൂമിയാ. ഞങ്ങൾ കുടിയേറ്റക്കാരും. ഞങ്ങൾക്കും കിടപ്പാടും തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. ബാലരാമപുരക്കാരെക്കാളും മികച്ചമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് പട്ടുസാരിക്ക് ഓർഡർ ഇട്ടിട്ടുണ്ട്. കൊല്ലങ്കോടിനടുത്ത് ഗ്രാമപുരം, അതായിരുന്നു ഞങ്ങളെ ഗ്രാമം. അതിസമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൃപ്തരായി പട്ടിണി കൂടാതെ ജീവിച്ചു പോന്നവരായിരുന്നു ഞങ്ങൾ, അയാൾ വരുന്നത് വരെ. ആരാ അയാള്? കുണ്ടുകുഴി ഈപ്പൻ, ഇപ്പോഴത്തെ മലയിലെ ഈപ്പൻ. ബാക്കി അറിയാം. എല്ലാരും കൂടെ ലോൺ എടുത്ത് നെയ്ത്തുശാല തുടങ്ങുന്നു. ഈപ്പൻ ചതിക്കുന്നു. ചതിച്ചത് ഈപ്പൻ മാത്രമല്ല സാറേ. ഈപ്പനേക്കാൾ ഞങ്ങൾ അന്ന് വിശ്വസിച്ചത് കുട്ടപ്പനെ, അറക്കളം കുട്ടപ്പനെ. എന്താ സാറേ? ചതിച്ചത് ഈപ്പനാണെന്ന് പറഞ്ഞൊഴിയാൻ കുട്ടപ്പന്റെ മകന് അവകാശമില്ല. അറക്കളം കുട്ടപ്പന്റെ മകനാ ഞാൻ. അപ്പന്റെ പാപം മകൻ വഹിച്ചേ പറ്റൂ. കുട്ടപ്പൻ തന്നെയാ ഞാൻ. അങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ചതിച്ച ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ അതിനൊരു പരിഹാരം കാണണം. കാണൂ.